CPIഎമ്മിന്റെ നയമാറ്റം പ്രകടമാക്കുന്ന നവകേരള രേഖയിൽ പൊതുചർച്ച തുടരുകയാണിപ്പോൾ. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയ്ക്കുള്ള മറുപടിയും ഇന്നാണ്. കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്ററും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പ്രകാശ് കാരാട്ടും CPIഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറുപടി നൽകും. പുതിയ സംസ്ഥാന സെക്രട്ടറിയെയും സംസ്ഥാന കമ്മിറ്റിയെയും CPIഎം സംസ്ഥാന സമ്മേളനം നാളെ തിരഞ്ഞെടുക്കും. വിവരങ്ങളുമായി CPIഎം സമ്മേളന നഗരിയിൽ നിന്ന് R ശ്രീജിത്ത് നമ്മളോടൊപ്പം ചേരുന്നു. അതോടൊപ്പം തന്നെ റിപ്പോർട്ട് ചർച്ചയ്ക്ക് മറുപടി ഇന്ന് വരികയാണ്. തനേഷ് തമ്പി അതിന് വിവരങ്ങൾ നൽകാനുണ്ട്. സമ്മേളനം നാളെ സമാപിക്കുകയാണ്. പുതിയ കമ്മിറ്റി നാളെയാണ് വരാൻ പോകുന്നത്. അരുൺ രാജ് അതിന്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇന്ന് നവകേരള രേഖ ചർച്ചയ്ക്ക് വരികയാണ്. എന്താണ് സമ്മേളന നഗരിയിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ? രാവിലെ 9:30 നവകേരള രേഖയിന്മേലുള്ള പൊതുചർച്ച ആരംഭിച്ചിരിക്കുകയാണ്. ഉച്ചയോടെ അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നവകേരള രേഖ CPIഎം ഇതുവരെ സ്വീകരിച്ചിരുന്ന നയത്തിൽ നിന്നുള്ള പ്രകടമായ വഴിമാറി നടക്കലാണ്. എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ സ്വകാര്യ സർവകലാശാലകളെ ക്ഷണിച്ചുകൊണ്ടുള്ളതായിരുന്നു നവകേരള കാഴ്ചപ്പാട് സംബന്ധിച്ച രേഖയിലെ പ്രധാന പരാമർശമെങ്കിൽ ഇത്തവണത്തെ രേഖയിൽ വികസന പദ്ധതികളിൽ നിന്ന് സാമ്പത്തിക നിലവാരം കണക്കിലെടുത്ത് ആളുകളിൽ നിന്ന് യൂസർ ഫീ വാങ്ങാനുള്ള അല്ലെങ്കിൽ സെസ് പിരിക്കാനുള്ള നിർദ്ദേശമാണ്. ഒപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കണമെന്ന നിർദ്ദേശം കൂടിയുണ്ട്. ഇനി പൊതു സ്വകാര്യ പങ്കാളിത്തം നടക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും സംരംഭകർ ഒറ്റയ്ക്ക് തന്നെ താല്പര്യം പ്രകടിപ്പിച്ച് വരികയാണെങ്കിൽ അവരുമായി കരാർ ഏർപ്പെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകാമെന്ന നിർദ്ദേശവുമുണ്ട്. ഇതൊക്കെ CPIഎം ഇതുവരെ സ്വീകരിച്ചിരുന്ന നയങ്ങളിൽ നിന്ന് പ്രകടമായ മാറ്റമാണ്. അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങളോട് എങ്ങനെയാണ് പ്രതിനിധി സമ്മേളനം പ്രതികരിക്കുക എന്നത് നമുക്ക് ഉച്ചയോടുകൂടി അറിയാൻ കഴിയും. എന്തായാലും CPIഎമ്മിന്റെ പ്രഖ്യാപിത നിലപാടുകളിൽ നിന്നുള്ള മാറ്റമായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഈ കാര്യങ്ങളിൽ ഈ പ്രതിനിധികൾ സ്വീകരിക്കുന്ന നിലപാട് വളരെ നിർണായകമാണ്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച ഈ നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന രേഖയിന്മേൽ കാര്യമായ എതിർപ്പുണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. R ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. തനേഷ് തമ്പിയിലേക്ക് പോകുന്നു. തനേഷ്, പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയ്ക്കുള്ള മറുപടി ഇന്ന് വരാനിരിക്കുന്നു. തനേഷ്, വിവരങ്ങൾ എന്തൊക്കെ? CPIഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് പ്രവർത്തന റിപ്പോർട്ടിന് ഇന്ന് വൈകിട്ട് മറുപടി നൽകുക. ഒപ്പം തന്നെ സംഘടനാ റിപ്പോർട്ടിനുള്ള മറുപടി CPIഎമ്മിന്റെ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും നൽകും. കഴിഞ്ഞ ദിവസം നടത്തിയ പൊതുചർച്ചയിൽ ഉയർന്നു വന്ന പ്രതിനിധികളുടെ വികാരം, അതിനുള്ള മറുപടി എന്തായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാന നേതൃത്വത്തിനെതിരെയും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെയും ഒക്കെ രൂക്ഷമായ വിമർശനങ്ങൾ പ്രതിനിധികൾ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആശാ വർക്കേഴ്സിന്റെ സമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംസ്ഥാന സമ്മേളനത്തിലും പ്രതിധ്വനിച്ചു. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ മറുപടി പറയേണ്ടതുണ്ട്. ഈ സമരം എന്തുകൊണ്ട് ഒത്തുതീർപ്പാക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം സമ്മേളനത്തിൽ ഉയർന്നു വന്നിരുന്നു. അതുപോലെ തന്നെ പാർട്ടി അംഗങ്ങൾ, പാർട്ടി നേതാക്കളുടെ അച്ചടക്കം, അവരുടെ ജീവിത രീതി എന്നിവ സംബന്ധിച്ചുമെല്ലാം ഒട്ടേറെ സംശയങ്ങളും അതുപോലെ തന്നെ ഒട്ടേറെ വിമർശനങ്ങളും ഒക്കെ സമ്മേളനത്തിൽ ഉയർന്നിരുന്നു. 2 പ്ലീനങ്ങൾ നടന്നിരുന്നു. ഒന്ന് പാലക്കാട് 2013-ലും 2015 കൊൽക്കത്തയിലും. ഈ 2 പ്ലീനങ്ങളിലും എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച പറ്റി എന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. ജനങ്ങളും പാർട്ടി നേതാക്കളും തമ്മിലുള്ള ബന്ധം കൂടി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന വിമർശനവും ഉയർന്നു വന്നു. അതുകൊണ്ട് ജനങ്ങളിലേക്ക് കൂടുതൽ ഇടപഴകുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായവും യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്, ചർച്ചയിൽ ഉയർന്നിട്ടുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടി എന്താണ്, ഇതിനുള്ള തീരുമാനം എന്നുള്ളത് നമുക്ക് MV ഗോവിന്ദന്റെ മറുപടി പ്രസംഗത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആശാ വർക്കേഴ്സിന്റേതുപോലുള്ള സമരങ്ങൾ, ആ സമരങ്ങളോടുള്ള സമീപനം എന്തായിരിക്കും എന്നുള്ളതും ഇന്നത്തെ മറുപടിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൈകിട്ട് മറുപടി, അതിനുശേഷം നവകേരള ത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾക്ക് നാളെ മുഖ്യമന്ത്രി മറുപടി നൽകും. അതോടുകൂടി സമ്മേളനം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. ശരി, സമ്മേളനം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള ചർച്ചകളും പ്രമേയങ്ങളും ഒക്കെ ചർച്ചയാവുകയാണ്. അതോടൊപ്പം പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയ്ക്കുള്ള മറുപടിയും വരുന്നു. നാളെയാണ് പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുക. നാളെ സമാപിക്കാൻ പോവുകയാണ്. പുതിയ കമ്മിറ്റിയെ നാളെ തിരഞ്ഞെടുക്കാൻ പോകുന്നു. CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആരാണെന്നും നാളെ അറിയാം. ദീപക് ധർമ്മടം നമ്മളോടൊപ്പം ചേരുന്നു സമ്മേളന നഗരിയിൽ നിന്ന്. ദീപക്, നാളെ പുതിയ കമ്മിറ്റി നിലവിൽ വരുന്നു. പ്രായപരിധി സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് വിവാദമാവുകയും അതിന്മേലുള്ള ചർച്ചകളൊക്കെ പൊതുസമൂഹത്തിൽ നടക്കുകയും ചെയ്യുമ്പോഴാണ് നാളെ പുതിയ കമ്മിറ്റി വരാൻ പോകുന്നത്. എന്താണ് നാളെ സംഭവിക്കാനുള്ളത്? നാളെയാണല്ലോ സമ്മേളനത്തിന്റെ സമാപനം. വെരി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റി സംഘടനാ റിപ്പോർട്ടിൻ്റെ പൊതുചർച്ചയ്ക്കുള്ള മറുപടിയോടുകൂടി തന്നെ നാളത്തെ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിലേക്ക്, പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആലോചനകളിലേക്ക് തുടങ്ങും. കാരണം കടമകൾ നിറവേറ്റൽ, അതിൻ്റെ കൃത്യമായ ചർച്ചയ്ക്ക് ശേഷമുള്ള ഒരു മറുപടി, ആ മറുപടിയിൽ
എന്തൊക്കെ ന്യൂനതകൾക്ക് പരിഹരിച്ചു പോകേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ സൂചന നൽകും. ഇത് ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ്. ഒരു കാര്യം ഉറപ്പ്, സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ തന്നെ, പോളിറ്റ് ബ്യൂറോ അംഗമായ എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ തുടരും. മറ്റൊന്ന്, സംസ്ഥാന കമ്മിറ്റിയിലേക്ക് 6 പുതിയ ജില്ലാ സെക്രട്ടറിമാർ വരും. കോഴിക്കോട്ടെ എം മെഹബൂബ് ഉൾപ്പെടെയുള്ള 6 പുതിയ ജില്ലാ സെക്രട്ടറിമാർ, വയനാട് ജില്ലാ സെക്രട്ടറി, അതുപോലെ രാജു എബ്രഹാം ഒഴിച്ചുള്ള പുതിയ ജില്ലാ സെക്രട്ടറിമാരിൽ മിക്കവാറും സംസ്ഥാന കമ്മിറ്റിയിൽ ഇല്ലാത്തവരാണ്. 6 പേർ പുതുതായി വരേണ്ടതുണ്ട്. മറ്റൊന്ന്, കണ്ണൂരിൽ നിന്നും DYFI സംസ്ഥാന സെക്രട്ടറി സനോജ് സംസ്ഥാന കമ്മിറ്റിയിലെത്തും. കോഴിക്കോട് നിന്നും വസീഫ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തും. ഇങ്ങനെ യുവാക്കൾക്കും അതുപോലെ തന്നെ വനിതകൾക്കും പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള ഒരു സംസ്ഥാന കമ്മിറ്റി ആയിരിക്കും. പക്ഷേ കൂടുതൽ പേർ, ഈ 6 ജില്ലാ സെക്രട്ടറിമാരുടെ ഒഴിവ് നികത്തൽ, അവർക്ക് സംസ്ഥാന കമ്മിറ്റി പദവി നൽകൽ കഴിഞ്ഞാൽ കൂടുതൽ പേർക്ക് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരാനുള്ള സാധ്യത ഇപ്രാവശ്യം കുറവാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ കാര്യവും ഇതെല്ലാം തന്നെ നാളെ രാവിലെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനിക്കുക. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പുതുതായി കണ്ണൂരിൽ നിന്നും എന്തായാലും ഒരാൾ ഉണ്ടാകും. അത് MV ജയരാജനാണോ P ശശിയാണോ എന്നുള്ള കാര്യത്തിൽ ചർച്ചകളൊന്നും തുടങ്ങിയിട്ടില്ല. ഈ എല്ലാ കാര്യങ്ങളും സാധ്യതകൾ മാത്രമാണ് ഗോപികൃഷ്ണൻ. മറ്റൊന്ന്, തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ആരെങ്കിലും ഒരാൾ കൂടി സംസ്ഥാന സെക്രട്ടറിയിലേക്ക് വരും. എറണാകുളത്ത് നിന്നും സംസ്ഥാന സെക്രട്ടറിയിലേക്ക് CN മോഹനെ പരിഗണിക്കാനുള്ള സാധ്യത. അങ്ങനെ നോക്കുമ്പോൾ കോഴിക്കോട് നിന്നും P മോഹനൻ മാസ്റ്റർ, കണ്ണൂരിൽ നിന്നും P ശശിയോ അല്ലെങ്കിൽ MV ജയരാജനോ ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇന്ന് രാത്രി ചേരുന്ന അവൈലബിൾ PB, ആ PB ആയിരിക്കും ഏതാണ്ടൊരു രൂപം നൽകി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നാളത്തേക്കുള്ള തീരുമാനത്തിലേക്ക് കടക്കുക. ഒരു കാര്യം ഉറപ്പാണ്, ചെറുപ്പക്കാർക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള ഒരു മിക്സഡ് കമ്മിറ്റി ആയിരിക്കും സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും വരിക. 6 ജില്ലാ സെക്രട്ടറിമാർ കഴിഞ്ഞാൽ പിന്നീട് ഒരു 4 പുതിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. GK. ശരി, ദീപക് ധർമ്മടമാണ് സമ്മേളന നഗരിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. 6 പുതിയ ജില്ലാ സെക്രട്ടറിമാർ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമാകുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ യുവാക്കൾക്കും സ്ത്രീകൾക്കും കൂടി പ്രാതിനിധ്യം നൽകുന്ന ഒന്നായി സംസ്ഥാന കമ്മിറ്റി മാറും എന്ന പ്രതീക്ഷയാണുള്ളത്. പക്ഷേ കൂടുതൽ അംഗങ്ങൾക്ക് പിന്നെ അവിടെ സ്പേസ് ഇല്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും വരാൻ സാധ്യതയുള്ളവരുടെ വിവരങ്ങളാണ് ഇപ്പോൾ ദീപക് ധർമ്മടം നമുക്ക് നൽകിയത്. അരുൺരാജ് ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുന്നു സമ്മേളന നഗരിൽ നിന്ന്. അരുൺരാജ്, ഈ സമ്മേളനത്തെ ആകെ വിലയിരുത്തുമ്പോൾ പ്രധാനമായും ധാരാളം വിമർശനങ്ങൾ പൊതുസമൂഹത്തിനിടയിൽ ഉയർന്നാണ്. അതായത് നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള പുതിയ നയരേഖ അവതരിപ്പിക്കുമ്പോൾ അത് CPIMന്റെ പ്രത്യയശാസ്ത്ര നിലപാടുകളിന്മേലുള്ള മാറ്റമാണെന്ന് വിമർശനമുയർന്നു. പ്രായപരിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിമർശനങ്ങളുണ്ടായി. പലപ്പോഴും നയരേഖയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളല്ല, ഈ മാധ്യമങ്ങൾ ആ കാര്യങ്ങളെ വളച്ചൊടിച്ചു എന്ന വിമർശനം CPIMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു. അതിലേറ്റവും ഒടുവിലാണ് ഇപ്പോൾ M മുകേഷിന്റെ വരവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും ചില ആക്ഷേപങ്ങളും നേരത്തെ ഉണ്ടായിരുന്നു. ഒരു അപ്രഖ്യാപിത വിലക്ക് M മുകേഷിന് മേൽ ഉണ്ടായിരുന്നു എന്നതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം. പക്ഷേ CPIMന്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ ഇന്ന് MLA M മുകേഷ് എത്തിയിട്ടുണ്ട്. ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി മാറി നിന്നു എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. മാധ്യമങ്ങൾ അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വിമർശനങ്ങളൊക്കെ സമ്മേളനത്തിൽ പ്രതിഫലിച്ചത്? ജിക്ക് 4 തരത്തിലുള്ള വിമർശനങ്ങളാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രായപരിധി സംബന്ധിച്ചായിരുന്നു. മറ്റൊന്ന് ഈ CPIMന്റെ നയമാറ്റം സംബന്ധിച്ച്. ഇതെല്ലാം തന്നെ പാർട്ടിക്കുള്ളിൽ ചർച്ചകൾ ചെയ്ത് പരിഹരിക്കപ്പെടേണ്ടതും പാർട്ടിയുടെ ചർച്ചകളുടെ വിധേയമായിരുന്നു. പക്ഷേ ഇതിലേറ്റവും ശ്രദ്ധേയമായി മാറിയത് കൊല്ലത്തെ MLA കൂടിയായ M മുകേഷിന്റെ അസാന്നിധ്യമായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്ര വലിയ സമ്മേളനം CPIMനെ പോലെ ഒരു കേഡർ പാർട്ടി സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടത്തുമ്പോൾ CPIM ടിക്കറ്റിൽ മത്സരിച്ച M മുകേഷ് ആ സമ്മേളനത്തിൽ ഒരു ഘട്ടത്തിൽ പോലും സന്ദർശകനായി പോലും എത്താത്തത് ചോദ്യം സ്വാഭാവികമായും ഉയർന്നതാണ്. അതിൽ ആദ്യഘട്ടത്തിൽ നമ്മൾ ഇതിനോട് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററോട് ഈ ചോദ്യത്തിൽ ഉത്തരം ആരാഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത്, അങ്ങനെ ആരെങ്കിലും എവിടേക്കെങ്കിലും പോയാൽ അതിന് ആരെവിടെ പോയി എന്നതിനെ തിരക്കുകയല്ല തന്റെ ജോലി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇതിനുശേഷം ഈ ചർച്ചകൾ വീണ്ടും സജീവമായതോടെയാണ്, മുകേഷ് എവിടെ എന്ന ചോദ്യങ്ങൾ വീണ്ടും വളരെ സജീവമായി രംഗത്ത് വന്നതോടെയാണ് മാധ്യമങ്ങൾ ചർച്ചയാക്കിയതിന് പിന്നാലെയാണ് 3-ാം ദിവസം M മുകേഷിനെ കൊല്ലത്തെ ഈ പ്രതിനിധി സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് CPIM വിരാമമിടാൻ ശ്രമിക്കുന്നത്. ഇതിൽ M മുകേഷ് പറഞ്ഞത് പാർട്ടിയോട് തന്നെ ആലോചിച്ച് താൻ ലീവ് എടുത്ത് ഒരു കുറച്ച് ദിവസത്തേക്ക് അവധിയെടുത്ത് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോയതാണ്. പാർട്ടിയെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചിരുന്നു. വരും ദിവസങ്ങളിലും തനിക്ക് പരിപാടികളുണ്ട്, കുറേയേറെ ഷൂട്ടുകളുണ്ട്, അന്ന് താൻ എവിടെ പോയി തന്നെ കാണാനില്ല എന്നീ ചർച്ചകൾ മാധ്യമങ്ങൾ ഉണ്ടാക്കരുത്. എന്തായാലും സമാപന സമ്മേളനത്തിലും താൻ ഉണ്ടാകും എന്ന സൂചന നൽകിക്കൊണ്ടാണ് M മുകേഷ് മാധ്യമങ്ങളുള്ള സംസാരം അവസാനിപ്പിച്ചത്. നമുക്ക് മുകേഷ് പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം. കാരണം ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് മാറി നിന്നു എന്നാണ് M മുകേഷ് പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം മാധ്യമങ്ങളെ ചെറിയ രീതിയിൽ പരിഹസിക്കുകയും ചെയ്തു. തന്നോടുള്ള കരുതലിന് നന്ദിയുണ്ട് എന്നാണ് മാധ്യമങ്ങളോട് M മുകേഷ് പറഞ്ഞത്. ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അരുണിലേക്ക് പിന്നീട് വരാം. 2 ദിവസം ഇല്ലായിരുന്നു, ഞാൻ പറഞ്ഞിട്ടാണ് പോയത്. എനിക്ക് നമ്മുടെ ജോലി സംബന്ധമായിട്ട് നിയമസഭയ്ക്ക് ഉള്ള ഒരു ഫ്രീ വന്നപ്പോഴത്തേക്ക് നേരത്തെ കൊടുത്തതാണ്. അവിടെ പോയിട്ട് തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ഈ കരുതലിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കൊല്ലത്തുനിന്ന് ഞാൻ ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് ഇത്രയും സ്നേഹവും ഇത്രയും നമ്മളില്ലാതെ കൊല്ലം ഇല്ല, അത്രേ ഉള്ളൂ.
സമ്മേളന വേദിയിൽ നിന്ന് നേരത്തെ അരുൺ രാജ് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ മുകേഷിന്റെ അസാന്നിധ്യം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അദ്ദേഹത്തിന് പാർട്ടി അപ്രഖ്യാപിതമായി വിലക്ക് കൽപ്പിച്ചു എന്നതൊക്കെയായിരുന്നു വിവാദമായ ഭാഗങ്ങൾ. പക്ഷേ അതിനൊക്കെയുള്ള മറുപടി പറഞ്ഞുകൊണ്ടാണ് മുകേഷ് ഇന്ന് സമ്മേളന വേദിയിൽ എത്തിയിരിക്കുന്നത്. നാളെ സമാപന സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്.